എന്നാ ഞാൻ ഓക്കെ. എന്നെ കൊണ്ട് പറ്റില്ല എന്നതാണോ പാറ്റേൺ? മാറേണ്ടിയിരിക്കുന്നു, മാറ്റേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമുക്ക് അച്ചീവ്മെന്റിലേക്ക് പോകാൻ സാധിക്കില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, കണ്ണുകൊണ്ട് കാണുന്നതിനെ കാഴ്ച എന്നും മനസ്സുകൊണ്ട് കാണുന്നതിനെ കാഴ്ചപ്പാട് എന്നും പറയും. ഈ പെർസെപ്ഷനിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ആ റൂട്ടിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ആ വേരുകളിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മൾ പറയും ഇക്കോണമി ശരിയല്ല, ഭരണകൂടം ശരിയല്ല, നാട് ശരിയല്ല, ആൾക്കാർ ശരിയല്ല, വില കൂടുതലാണ്. ഈ വില കൂടുതൽ ആളുകളിലല്ല പ്രശ്നം, നമ്മളിലാണ് പ്രശ്നം. നമുക്ക് തന്നെ വിശ്വാസം വന്നിട്ടില്ല. ഈ പരിപാടി കുറെ മുമ്പ് കഴിഞ്ഞു പോയതാണ്. ആളുകൾക്ക് വിഷയങ്ങളൊന്നുമില്ല, പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് തോന്നുകയാണ് ആളുകൾ ശരിയല്ല, ആളുകൾ ഇത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന്. പക്ഷേ ഇതേ ഇൻഡസ്ട്രിയില് ഇതേ പ്ലാൻ ഉപയോഗിച്ച് ഇതേ പ്രോഡക്റ്റ് ഉപയോഗിച്ച് 2,10,000 റെഗുലർ ആയിട്ട് വാങ്ങുന്ന ആളുകളുമുണ്ട്. അപ്പൊ എവിടെയാ വ്യത്യാസം? ആളുകളിലാണോ? എവിടെയാ? നാട്ടുകാരിലാണോ? ഈ നാട്ടുകാരുടെ ഇടയിൽ കൂടി തന്നെയാണ് ടോപ്പ് അച്ചീവേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതേ കമ്പനിയും ഇതേ പ്രോഡക്റ്റുകളും ഇതേ ബിസിനസ് പ്ലാനും വെച്ചിട്ടാണ് നമ്മൾ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാ പ്രശ്നം? ഇവിടെ വലിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ 5 ഫിംഗർ മെത്തേഡിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ, നമ്മുടെ ബ്രെയിൻ പാറ്റേണിൽ മാറ്റം ഒരു ദിവസം കൊണ്ട് കഴിയില്ല, ഒരു ദിവസം കൊണ്ട് സാധിക്കില്ല, ഒരു നിമിഷം കൊണ്ട് അത് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. കാര്യം, എന്ത് കാര്യത്തിനും അതിൻ്റെതായ സമയം പ്രകൃതിക്ക് ആവശ്യമുണ്ട്, നിരന്തരമായ പരിശ്രമങ്ങൾ ആവശ്യമുണ്ട്. നമ്മുടെ ബ്രെയിനിലെ പാറ്റേണിനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ടോപ്പ് അച്ചീവേഴ്സിന്റെ പാറ്റേൺ ആക്കി മാറ്റണമെങ്കിൽ നമ്മുടെ 5 ഫിംഗർ മെത്തേഡിൽ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങളും നിരന്തരമായ പ്രാക്ടീസിലേക്ക് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഒരാളുടെ കാഴ്ചപ്പാടിനെ മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഞാനിത് പറഞ്ഞു വരുന്നത്, നമ്മൾ GTSലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തന്നെ, ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നതാണ് കേട്ടോ, ഈ ആഴ്ച ഇനി ഞാൻ വരുന്നില്ല. അവർക്ക് സത്യത്തിൽ അറിയില്ല എന്തിനാണ് നിരന്തരമായിട്ട് GTS പങ്കെടുക്കുന്നത്. ഈ നിരന്തരമായ നമ്മളുടെ എങ്ങനെയാണ് ബ്രെയിനിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ലൈഫ് എക്സ്പീരിയൻസ് രൂപപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ എന്താണോ കാണുന്നത്, എന്താണോ കേൾക്കുന്നത്, എന്താണോ കണ്ടിട്ടുള്ളത്, എന്താണോ വായിച്ചിട്ടുള്ളത്, ഇതിനനുസരിച്ചാണ് ബ്രെയിനിൽ പാറ്റേൺ രൂപപ്പെടുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമ്മുടെ ബ്രെയിനിന് അറിയില്ല. അപ്പൊ നിരന്തരമായി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ എക്സ്പീരിയൻസ് നിരന്തരമായി കേൾക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിനിലെ പാറ്റേണിൽ മാറ്റം വരുന്നതും സക്സസ്ഫുൾ ആകുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് കാണുമ്പോ, കേൾക്കുമ്പോ, അത് അവിടെ ഇരുന്ന് അനുഭവിക്കുമ്പോ, അതിലൂടെയാണ് ഈ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഒരു ദിവസം GTS അറ്റൻഡ് ചെയ്തു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ മാറ്റം വരുന്നത് വരെ നിരന്തരമായിട്ട് നമുക്കത് അറ്റൻഡ് ചെയ്യേണ്ടേ. ബുക്ക് വായിക്കാൻ പറയുമ്പോ, ഞാനൊരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്, വായിച്ചിട്ടില്ല, വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, 2 വർഷം 3 വർഷം ഈ ബിസിനസിന്റെ ഈ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞ് വീണ്ടും ഓരോ പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ മുന്നിൽ വരുമ്പോ നമ്മൾ ചോദിക്കാറുണ്ട്, പലപ്പോഴും ലീഡേഴ്സ് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏത് ബുക്കാ വായിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല സാറേ, ഞാൻ വാങ്ങിക്കും, 2 വർഷമായി 3 വർഷമായി. ബ്രെയിനിന്റെ പാറ്റേൺ മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ
ആളുകളുടെ ഹാബിറ്റ്സ് എന്താണ്, അവരുടെ രീതികൾ എന്താണ്, മോർണിംഗ് റുട്ടീൻസ് എന്താണ്, ഉറങ്ങുന്നതിന് മുൻപ് എന്തായിരുന്നു അവർ ചെയ്തിരുന്നത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മുടെ ലൈഫിലേക്ക് അതൊന്ന് കൊണ്ടുവന്ന് നമ്മുടെ ഇന്നർ വേൾഡിനെ ഒന്ന് ചേഞ്ച് ചെയ്തെങ്കിലല്ലേ നമ്മൾ ഔട്ടർ വേൾഡ് ക്രിയേറ്റ് ആവുകയുള്ളൂ. അതിനു വേണ്ടിയല്ലേ സിസ്റ്റത്തിൽ ഇത് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാ നമ്മൾ അതിലേക്ക് എത്താത്തത്? ഇതിനു വേണ്ടിയാണ് എന്ന് പലപ്പോഴും ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റാറില്ല. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ബ്രെയിനില് ഒരു മാറ്റം വരുത്താൻ, മൈൻഡിനെ മാറ്റം വരുത്താതിരുന്നു കഴിഞ്ഞാൽ കുതിര എവിടേക്കാണോ നമ്മളെ കൊണ്ടുപോകുന്നത് അവിടെ നമ്മൾ എത്തിയിട്ടുണ്ടാകും. ഇക്കോണമിയെ കുറിച്ച്, ക്യാഷിനെ കുറിച്ച്, സെയിൽസിനെ കുറിച്ച്, സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒക്കെ തെറ്റായ രീതികളാണ് നമ്മളെ കയ്യിലുള്ളത്, നമ്മുടെ മൈൻഡിലുള്ളത്. ആ രീതി വെച്ച് നമുക്ക് എവിടെങ്കിലും എത്താൻ കഴിയൂ. അതിലൊരു മാറ്റം വരുത്തണമെങ്കിൽ നിരന്തരമായ ബുക്ക് റീഡിങ് അത്യാവശ്യമല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഓഡിയോസ്, വീഡിയോസ് നമ്മൾ നിരന്തരമായി കണ്ടെങ്കിലല്ലേ നമ്മുടെ ബ്രെയിനിൽ പാറ്റേണിനെ നമ്മുടെ ബ്രെയിൻ പാറ്റേണിനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളുടെ ബ്രെയിൻ പാറ്റേൺ ആക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അത് ഒരു ദിവസം കൊണ്ട് സാധിക്കൂ? നിരന്തരമായി പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണം എന്ന് ലീഡേഴ്സ് വീണ്ടും 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 പറയുന്നത് എന്തിനാ? നമ്മുടെ ബ്രെയിനിലെ പാറ്റേൺ മാറ്റുന്നതിനാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ എക്സ്പീരിയൻസ് കാണുന്നതിനും കേൾക്കുന്നതിനുമാണ്. പക്ഷെ ആളുകൾ പറയും, ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ട്, ഈ ആഴ്ചയിൽ കേട്ടോ. ഇയാളുടെ ബിലീഫ് സിസ്റ്റത്തിൽ, ഇയാളുടെ ഇന്നർ വേൾഡിൽ, ഇയാളുടെ ബ്രെയിൻ പാറ്റേണിൽ എന്ത് മാറ്റമാണ് നമുക്ക് വരുത്താൻ വേണ്ടി സാധിക്കുക? ആ പഴയ ആളിനെയാണ്. അപ്പൊ ആഗ്രഹമല്ല, നമ്മൾ എന്താണോ അതിനനുസരിച്ച് നമുക്കൊരിടത്ത് എത്താൻ പറ്റുള്ളൂ. ആഗ്രഹങ്ങൾ ഉണ്ടാകും, മാറണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഈ പാറ്റേണിനനുസരിച്ചേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് തിരിച്ചറിഞ്ഞിട്ടുള്ള നമ്മുടെ സക്സസ് ഫ്രീ ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ ആണ് നമ്മളോട് പറയുന്നത്, നമ്മുടെ ലീഡേഴ്സ് പറയുന്നത്, നിങ്ങൾ നിരന്തരമായ ചില പരിശീലനങ്ങളിൽ ഏർപ്പെടണം. നിരന്തരമായി നിങ്ങളുടെ ബോഡിയെയും നിങ്ങളുടെ മൈൻഡിനെയും ചില കേന്ദ്രങ്ങളിൽ എത്തിക്കണം. അത് കമ്പനിയുടെ GTS കേന്ദ്രങ്ങളാണ്. അവിടെ വന്നിരിക്കണം. ഇത് നിരന്തരമായി കേൾക്കണം, നിരന്തരമായിട്ട് കാണണം, നിരന്തരമായി അനുഭവിക്കണം. അപ്പോഴാണ് സബ് കോൺഷ്യസ് പാറ്റേണിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ എന്തായാലും അങ്ങനെയാക്കും ഇങ്ങനെയാക്കും. നമ്മുടെ ആ ലോജിക്കൽ ബ്രെയിനിന്, ആ കോൺഷ്യസ് ബ്രെയിനിന് വെറും 5% മാത്രമേ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മുഴുവനും നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് പാറ്റേൺ ആണ്, സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിന് തിരിച്ചറിവുകളില്ല. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് കാണുന്നത്, കേൾക്കുന്നത്, അനുഭവിക്കുന്നത്, ആ അനുഭവം നമ്മൾ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ മാത്രമേ സബ് കോൺഷ്യസിൽ മാറ്റം വരാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെയാണ് ഒരാൾ വിജയിക്കുന്നത്. അതിന് നമ്മൾ സന്ദർഭങ്ങൾ നമുക്ക് തന്നെ ഒരുക്കി കൊടുക്കണം. അല്ല, നമ്മൾ ആരെയും കുഴപ്പമൊന്നുമല്ല. അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ചില കണ്ടെത്തലുകൾ ഉണ്ടാക്കി, ചില തീരുമാനങ്ങൾ ഉണ്ടാക്കി. ആളുകളെല്ലാം മോശക്കാരാണ് എന്ന് തീരുമാനമെടുത്തു. ആരും പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ള തീരുമാനമെടുത്തു. ആരടുത്തും കാശില്ല എന്നുള്ള തീരുമാനമെടുത്തു. ഒരാളും ശരിയല്ല എന്നുള്ള തീരുമാനമെടുത്തു. എന്താണ് നമ്മളെ ലൈഫിൽ നമ്മൾ അത് അനുഭവിച്ചിട്ടുള്ളത്? നമ്മൾ പരിചയപ്പെട്ട ആൾക്കാരൊക്കെ മോശക്കാരാ. നമ്മൾ ചെന്ന ആൾക്കാരൊക്കെ കാശില്ലാത്തവരാ. അപ്പൊ നമ്മൾ അങ്ങ് തീരുമാനമെടുത്തു, ജനറൽ ആയിട്ടൊരു തീരുമാനമെടുത്തു. എപ്പോഴും പറയാറുണ്ട്, രണ്ടാളുകൾ നമ്മൾ എന്നും കേട്ടിട്ടുള്ളതാ അല്ലെ, ആഫ്രിക്കയിൽ ചെരുപ്പ് കച്ചവടത്തിന് പോയ 2 റെപ്രസെന്റേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്താ കാര്യം? ഒരാളെ കമ്പനി പറഞ്ഞയച്ചു, ഒരു ചെരുപ്പ് കമ്പനി പറഞ്ഞയച്ചത്. ഒരു ചെരുപ്പും ഇടാത്ത നാട്ടിലാണ് ഇദ്ദേഹത്തെ പറഞ്ഞയച്ചത് കമ്പനി. ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ആദ്യം ചെന്നിറങ്ങിയ റെപ്രസെന്റേറ്റീവ് കമ്പനിയിലേക്ക് മെയിൽ അയച്ചത്, ഇവിടെ ഒരാളും ചെരുപ്പിടുന്നില്ല, അതുകൊണ്ട് ഇവിടെ ചെരുപ്പ് കച്ചവടം നടക്കില്ല. രണ്ടാമത്തെ റെപ്രസെന്റേറ്റീവ്സ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? കമ്പനി അയാളെ തിരിച്ചു വിളിച്ചു, രണ്ടാമത്തെ റെപ്രസെന്റേറ്റീവ്സിനെ പറഞ്ഞയച്ചു. അദ്ദേഹം വളരെ അത്ഭുതത്തോടുകൂടി, വളരെ ആകാംക്ഷയോടുകൂടി തീരുമാനമെടുത്തു,
ഒരാള് പോലും ചെരുപ്പിടുന്നില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചെരുപ്പ് ഇവിടെ വിൽക്കാൻ വേണ്ടി സാധിക്കും. എത്രയും പെട്ടെന്ന് ലോഡ് കണക്കിന് ചെരുപ്പ് ഇങ്ങോട്ട് അയക്കണം. ആകെ വേണ്ടത് ഒരു അവയർനെസ് ആണ്. ആകെ വേണ്ടത് അവരെ പഠിപ്പിച്ചെടുക്കലാണ്. ചെരുപ്പിട്ട് ഒന്ന് നടന്ന് കാണിച്ചു കൊടുക്കലാണ്. ആ ചെരുപ്പിട്ട് നടന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഇമിറ്റേറ്റ് ചെയ്തുകൊള്ളും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കാഴ്ചപ്പാട് എങ്ങനെയാണ് രൂപപ്പെട്ട് വരേണ്ടത്? നമ്മൾ ചിന്തിക്കുന്നത് വെൽനസ് പ്രോഡക്ട്സുകൾ ആർക്കും പരിചയമില്ല, ആരും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇതൊന്നും നടക്കില്ല. പക്ഷേ നമ്മുടെ കയ്യിലല്ലേ ഈ ഒരു നിധി കിട്ടിയിട്ടുള്ളത്? നമ്മളല്ലേ മാറേണ്ടത്? നമ്മളല്ലേ അതിന് നേതൃത്വം കൊടുക്കേണ്ടത്? നമ്മളല്ലേ അത് ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കേണ്ടത്? അങ്ങനെ ഒരു അവയർനെസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഉപയോഗിക്കാത്ത, ഏറ്റവും കൂടുതൽ മനുഷ്യന് ആവശ്യമുള്ള, ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ നമുക്കല്ലേ സെയിൽ കിട്ടുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ചിന്താഗതികളിൽ, നമ്മുടെ പെർസെപ്ഷനിൽ മാറ്റം വരാത്ത കാലത്തോളം നമുക്ക് ടോപ്പ് അച്ചീവ്മെന്റ് നേടാൻ സാധിക്കില്ല. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മളുടെ ബുക്ക് റീഡിങ്, ഓഡിയോ വീഡിയോ കേട്ടുകൊണ്ടിരിക്കണം, പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണം, പ്രോഡക്റ്റ് ഉപയോഗിക്കുകയും അതേപോലെ അത് വിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം, അതേപോലെ അപ്ലൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം, അപ്ലൈൻ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഇത് ഒരു 3 മുതൽ 5 വർഷം വരെ നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കറക്റ്റ് ആകും, ന്യൂറൽ പാത്വേ കറക്റ്റ് ആകും. ഇങ്ങനെ നിരന്തരമായിട്ട് നമുക്ക് നമ്മുടെ വിജയത്തെ കുറിച്ച് നമ്മുടെ മൈൻഡിനെ, ബ്രെയിനിനെ പരിശീലിപ്പിക്കണം. അതിനാണ് നമ്മൾ വിഷ്വലൈസേഷൻ നമ്മളോട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതിനാണ് നമ്മൾ അഫർമേഷൻ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതിനാണ് നമ്മൾ വിജയികളുടെ ബുക്കുകൾ വായിക്കാൻ വേണ്ടി പറയുന്നത്. അതിനുവേണ്ടിയാണ് വിജയികളെ കാണണം, അവരെ കേൾക്കണം, അത് കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. വിജയികളുമായി സംസാരിക്കണം, മാസത്തിലും ആഴ്ചകളിലും വിജയികളുമായിട്ടിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കണം എന്നെല്ലാം പറയുന്നതിന്റെ കാര്യം നമ്മുടെ ഇന്നർ വേൾഡിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ്. ഇന്നർ വേൾഡിൽ മാറ്റം വന്നിട്ടുള്ള ഒരാൾക്ക് അതിന്റെ എക്സ്പ്രഷൻ ആണ് ആക്ച്വലി അവരുടെ ഔട്ടർ വേൾഡ് എന്ന് പറയുന്നത്. നമ്മൾ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കടമുള്ള ആൾക്കാരോടാണ്. നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം പോലും, ഒരു ദിവസത്തെ കൂലി പോലും ഒരുപക്ഷെ കിട്ടാത്ത ആളുകളോടാണ്. മര്യാദക്ക് ജോലിക്ക് പോകാത്ത ആളുകളുമായിട്ടാണ് സമ്പർക്കം. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇന്നർ വേൾഡ് എങ്ങനെ ചേഞ്ച് ആകും? ഇവിടെ നിരന്തരമായിട്ടുള്ള നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ കാണുന്നത് എന്താണ്? നിങ്ങൾ പേപ്പറോ മറ്റോ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളോ മറ്റോ കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിന്നേ പറ്റൂ. പോസിറ്റീവായുള്ള കാര്യങ്ങൾ കണ്ടും കേട്ടും വായിച്ചും മനസ്സിലാക്കിയേ പറ്റൂ. വിജയികളുടെ ഓഡിയോസും വീഡിയോസും നിരന്തരമായി കണ്ടുകൊണ്ടിരുന്നേ പറ്റൂ. ബ്രെയിനിൽ അങ്ങനെ മാറ്റം വരൂ. GTSകൾ നിരന്തരമായി അറ്റൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. മിനിമം ഒരു GTS എങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക. അതിനു വേണ്ടുന്നുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുക. അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ കുതിരയെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ആ കുതിരപ്പുറത്തേറി നമുക്ക് നമ്മുടെ ഏത് ഡെസ്റ്റിനേഷനിലേക്കും നമുക്ക് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അതല്ലെങ്കിൽ എവിടെയാണോ ഇത്രയും കാലമായിട്ട് നമ്മളുടെ ബ്രെയിനിൽ ചില കാര്യങ്ങൾ ഇംപ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകാൻ, ടോപ്പ് അച്ചീവ്മെന്റിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവരും പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണം, ബുക്കുകൾ വായിക്കണം, പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യണം, വിൽക്കണം, അപ്ലൈൻ കൗൺസിലിംഗ് നടത്തണം. ഇങ്ങനെ ഒരു SOP എന്നാണ് അതിന് പറയാ. ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമുക്കുണ്ടാവണം.
അതിൽ നമ്മൾ ഡിസിപ്ലിൻ ആയിരിക്കണം. അവിടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അവിടെ നമ്മൾ കമ്മിറ്റ്മെന്റ് കാണിക്കണം. അവിടെ നമ്മൾ പാഷനേറ്റ് ആയിരിക്കണം. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലായിരിക്കണം നമ്മള് ഇതിൽ നമ്മുടെ പാഷനും നമ്മുടെ ഹാർഡ് വർക്കും നമ്മുടെ കമ്മിറ്റ്മെന്റും എല്ലാം രൂപപ്പെടുത്തേണ്ടത്. അങ്ങനെ വിജയിയുടെ ഒരു ഫോക്കസ് നമ്മളിൽ ഉണ്ടാകും. ആ ഫോക്കസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിജയങ്ങൾ കൈവരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വലിയ വിജയങ്ങൾ നമുക്കുണ്ടാക്കാൻ സാധിക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എത്ര ആളുകൾ നിങ്ങൾ ബുക്ക് വായിക്കാറുണ്ട്? എത്ര പേർ പ്രോഗ്രാമുകൾ നിരന്തരമായിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ട്? എത്ര പേർ നമ്മളെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാറും വിൽക്കാറുമുണ്ട്? ഒരുപക്ഷെ മിക്കവാറും ആളുകൾ പ്രോഡക്ട്സിൽ മാത്രം തങ്ങിക്കിടന്നിട്ടുണ്ടാവും. ഒരുപക്ഷെ അത് ഉപയോഗിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ഒരുപക്ഷെ എല്ലാവരും 100% ആയിരിക്കാം. പക്ഷേ ഒരു കാറിന് 4 ടയർ ഉണ്ടെങ്കിൽ ഒരു ടയർ പങ്ക്ചർ ആണെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മുടെ വാഹനത്തിന് 5 ടയർ ഉണ്ട്. ഈ 5 ടയറിലും നല്ല രീതിയിലുള്ള പ്രഷർ വേണം, എയർ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്മൂത്ത് ആയിട്ട് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതൊക്കെയാണ് 5 ടയർ? ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്താം. ഒന്ന് ബുക്ക് റീഡിംഗ്, ഓഡിയോ വീഡിയോ, പ്രോഗ്രാം, പ്രോഡക്ട്സ്, അപ്ലൈൻ. ഈ 5 ടയറുകളും സ്മൂത്ത് ആണെങ്കിൽ, വളരെ നല്ല പ്രഷറിലാണെങ്കിൽ നമുക്ക് ഏത് ഡെസ്റ്റിനേഷനും കൈവരിക്കാൻ സാധിക്കും. എത്ര വലിയ ടോപ്പായിട്ടുള്ള അച്ചീവ്മെന്റും നേടിയെടുക്കാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, നിങ്ങൾക്കറിയാം. ഡെയിലി ടാർഗറ്റ് ഉണ്ട്, നമുക്ക് വീക്കിലി ടാർഗറ്റുകൾ ഉണ്ട്, മന്ത്ലി ടാർഗറ്റുകൾ ഉണ്ട്, വലിയ രീതിയിലുള്ള പ്രോഗ്രാമുകൾ നമുക്ക് വരാനിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ടോപ്പ് അച്ചീവർ ആയിട്ടുള്ള മുബീൻ സാറെ തന്നെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും നമുക്ക് സാധിക്കുന്ന പ്രോഗ്രാമുകൾ നമുക്ക് എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം നമ്മൾ തയ്യാറാവുക. ആളുകളെ അവിടെ എത്തിക്കാൻ വേണ്ടി തയ്യാറാവുക. ആളുകളുടെ കാഴ്ചപ്പാടിൽ, പെർസെപ്ഷനിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ പെർസെപ്ഷനിൽ മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ബാക്ക് ടു MC. See you at the top.